സർക്കാർ നിസ്സംഗമാണ് എന്ന് ഒരിതിലേക്ക് ഈ വിഷയം ചുരുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിസ്സംഗതയല്ല, ഇത് കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തതാണ്. കെടുകാര്യസ്ഥത എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടി ചേരുക. ഇത്രയും കാലമായിട്ടും ഒന്നും ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു സർക്കാർ സംവിധാനം, ഇതിൽ ദുരിതബാധിതരെ എന്താണ് അവരോട് കാണിക്കുന്ന സമീപനം എന്നുള്ളത് നമ്മൾ പലതവണ പല ചർച്ചകളിലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ ദുരിതം കണ്ട് സഹായിച്ച ജനങ്ങളും കൂടി ഇപ്പോൾ പരിഹസിക്കപ്പെട്ട് നിൽക്കുകയാണ്. നമ്മളടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഒരു സഹായത്തിനായി വയനാടിൻ്റെ ദുരിതം കണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഓരോ സിംഗിൾ കോൺട്രിബ്യൂട്ടറെയും പരിഹസിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വാർഷികമാണ്. ആ വാർഷികമാകുമ്പോഴേക്കും ഇവിടെ തറക്കല്ലിടാൻ പോവുകയാണ്. തറക്കല്ലിട്ട് കഴിഞ്ഞ് എപ്പോഴത്തേക്കാണ് ഈ ടൗൺഷിപ്പ് വരിക? ആ ടൗൺഷിപ്പിൽ താമസിക്കാൻ പോകുന്നത് എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ നെടുമ്പാല എസ്റ്റേറ്റ് ഒന്നും ആവശ്യം വരില്ല എന്നതാണ് സർക്കാർ ഇപ്പോഴേ ഹൈക്കോടതിയിൽ പറയുന്നത്. കാരണം എൽസ്റ്റഡിൽ ഉണ്ടാക്കാൻ പോകുന്ന എസ്റ്റേറ്റിൽ തന്നെ താമസിക്കാൻ എത്ര പേർ കാണും? കളക്ടർ 2 ദിവസമായി ഇരുന്ന് സിറ്റിംഗ് നടത്തുന്നുണ്ട്. ആ സിറ്റിംഗായി നടക്കുന്നു എന്നല്ലാതെ ആർക്കും അതിൽ താമസിക്കാനോ അതിനുള്ള ഒരു താല്പര്യവുമില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒരു വ്യക്തത കുറവുണ്ട്. ആ വ്യക്തത കുറവ് എന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റുമെന്ന് നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തെറ്റിനെ കൂടുതലായി ചൂണ്ടിക്കാട്ടാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. ഇവിടെ പുനരധിവാസത്തിനായി എത്തിയ സംഘടനകളെ, വ്യക്തികളെ, സർക്കാരുകളെ ഒക്കെ നെഗറ്റീവാക്കി വിടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ സഹായമൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന തുക കൂടി സ്വീകരിച്ചിരുന്നെങ്കിൽ കേന്ദ്ര സഹായത്തിന്റെ ആവശ്യം തന്നെ വരില്ലായിരുന്നു. കേന്ദ്രം സഹായിക്കേണ്ടതാണ്, ആ സഹായം ഇവിടെ കിട്ടേണ്ടതുമാണ്. അത് വൈകുന്നത് ശരിയുമല്ല. പക്ഷേ ഇവിടെ ഈ ഒരു അനാസ്ഥ, കാര്യങ്ങൾ തങ്ങളുടെ കയ്യിലേക്ക് ഫണ്ട് വരുമ്പോഴും അത് വൃത്തിയായി കൈകാര്യം ചെയ്യാൻ, സമയബന്ധിതമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, അതൊന്നുകിൽ നീക്കിവെക്കുന്നത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളുടെയും സമയമാകുമ്പോഴേക്കും ബ്രാൻഡ് ചെയ്താൽ മതി. കേരള മോഡൽ പുനരധിവാസം എന്ന് നന്നായി ബ്രാൻഡ് ചെയ്യാൻ കഴിയും. 3.0 പോക്ക് നേരത്തെ കോവിഡ് കാലത്തെ അതുപോലെ തന്നെ പ്രളയകാലത്തെയൊക്കെ കിറ്റുകളുടെ ഒരു തുടർച്ചയാണ് ഈ വരുന്ന ഈ പുനരധിവാസവും എന്ന് സംശയിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ ഇന്ന് പറഞ്ഞതാണ്. സർക്കാർ പറഞ്ഞത് എന്താണ്? ആദ്യഘട്ടത്തിൽ 430 കുടുംബങ്ങൾക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ ആവശ്യം വരികയുള്ളൂ. നെടുമ്പാല വേണ്ടി വന്നാൽ ഏറ്റെടുത്താൽ മതി, വേണ്ടി വരില്ല എന്നുള്ളത് സർക്കാർ ഉറപ്പാക്കുകയാണ്. ഹാരിസൺസ് മലയാളത്തിൻ്റെ എസ്റ്റേറ്റ് വേണ്ടി വരില്ല എന്നൊരു സർക്കാരിന് ഇന്നേ ഉറപ്പാണ്. കാരണം തങ്ങൾ ചെയ്യാൻ പോകുന്നത് മിനിമൽ ആയിരിക്കും എന്നുള്ളത് സർക്കാരിന് ഇപ്പോൾ തന്നെ അറിയാം. നടക്കാത്ത കാര്യത്തിന് ഒരു എസ്റ്റേറ്റ് കൂടി എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ, പണം കൊടുക്കുകയും വേണം. ഇതിലാണ് മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ പ്രഖ്യാപിച്ച ആളുകൾ, സ്വകാര്യ വ്യക്തികളുടെയൊക്കെ പല വീടുകൾ അല്ലെങ്കിൽ സഹായമൊക്കെ ഈ ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ടൗണിനടുത്ത് തന്നെയാണ്. അപ്പോൾ വയനാട്ടിൽ ടൗണിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ, അവിടെ 100 വീടുകൾ നിർമ്മിക്കുന്നതിന് മുസ്ലിം ലീഗിന് കഴിയും. അത് ഇപ്പോൾ നോമ്പുകാലം കഴിയുമ്പോൾ, റമദാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വീടുകളുടെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. റമദാൻ എന്ന് പറയുന്നത് ഈ മാസം അവസാനമാണ്. റമദാൻ. അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ അവിടെ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ 27-ാം തീയതി മുഖ്യമന്ത്രി നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. കളക്ടറുടെയൊക്കെ സാന്നിധ്യത്തിൽ ഗ്രാൻഡായിട്ട് തറക്കല്ലിടും. തറക്കല്ലിട്ട് കഴിഞ്ഞിട്ട് ആ തറക്കല്ലിട്ട ഇടത്തേക്ക് ഈ ടൗൺഷിപ്പ് ഉയർന്ന് അതിൽ ആളുകൾ താമസിച്ച് വരാനൊക്കെ 1 വർഷമെങ്കിലും എടുക്കുന്ന രീതിയിലായിരിക്കും ഈ സംവിധാനം എന്നുള്ളതും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. കാരണം 2026 മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. അതിനായിട്ടുള്ള നേരത്തെ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബിയെക്കുറിച്ചായിരുന്നു ബ്രാൻഡിംഗ് എങ്കിൽ ഈ വീടുകളുടെ നിർമ്മാണം അത് നന്നായി പൂർത്തിയാക്കിയതും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബ്രാൻഡിങ് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണാൻ പോവുക. അതിൽ പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ 3 രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൽ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പടവെട്ടിക്കുന്നുകാരുടെ ദുരിതം അത് കാണാതെ പോയതൊന്നും ശരിയല്ല. കാരണം അവിടെയുള്ള മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവരിലേക്കും സഹായം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിസ്സംഗത കാണിക്കാത്ത ഒരാളാണ് റവന്യൂ മന്ത്രി എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം കുറച്ചെങ്കിലും സെൻസിറ്റീവായി ഈ വിഷയങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. അതിനെ നമ്മൾ നെഗറ്റീവായി കാണേണ്ടതില്ല. അന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയം മുതൽ തന്നെ കെ രാജന്റെ ഒരു സമീപനം അതാണ്. പക്ഷേ അദ്ദേഹം നിസ്സഹായനാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മാത്രമായി എടുത്തൊരു തീരുമാനത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. എവിടെയൊക്കെയോ ഇത് തടഞ്ഞു നിൽക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ തെറ്റായ ഉപദേശങ്ങൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. കാരണം കോടതിയുടെ മുന്നിൽ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാർ നാണം കെടാൻ പോകുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിലാണ് ഈ 7 സെന്റ് ഭൂമിയും വീടും, അത് 5 സെന്റിൽ നിന്ന് 7 സെന്റാക്കി ഉയർത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധം ഉയർന്നപ്പോൾ 7 സെന്റ് ഭൂമിയും വീടും, ടൗൺഷിപ്പിൽ താല്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം, അവരാവശ്യപ്പെടുന്നത് 40 ലക്ഷമാണ്, അല്ലെങ്കിൽ 10 സെന്റ് ഭൂമിയും വീടുമാണ്. അപ്പോൾ ഈ രണ്ടിലും ഒരു സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല. അതിലിപ്പോൾ അവലോകന യോഗം എത്ര ചേർന്നാലും ഈ തുക കൊടുക്കാമെന്ന് സമ്മതിക്കുന്നതല്ലാതെ അതിൽ മറ്റൊരു സെറ്റിൽമെന്റ് നടക്കാനുമില്ലല്ലോ. അവിടെയാണ് ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ സമരം. ആ സമരം നടക്കുമ്പോൾ അവിടെ
തുടർ ചികിത്സ മുടങ്ങിയവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്നത് എന്താണെന്നോ അത് കേട്ടിരുന്നോ? ടാറ്റയുടെ സഹായത്തോടെ വൈത്തിരിയിൽ 7 കോടി രൂപ മുതൽ മുടക്കി ഒരു ട്രോമ കെയർ സ്ഥാപിക്കും. അടുത്ത പ്രഖ്യാപനമാണ്, ട്രോമ കെയർ സ്ഥാപിക്കും. ഇപ്പോഴേ ട്രോമയിലാണ് ആ മനുഷ്യർ. അവർക്കായി ഇനി ഒരു ട്രോമ കെയർ ഒക്കെ സ്ഥാപിച്ച് അവിടെ ചികിത്സയൊക്കെ ഉറപ്പാക്കും എന്നതാണ് പ്രഖ്യാപനം. ഗംഭീരമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഇന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് കാർഡാണ്. സ്മാർട്ട് കാർഡ് ഏപ്രിൽ മുതലാണ്, അതായത് അടുത്ത മാസം മുതൽ സ്മാർട്ടായാൽ മതി. ഇപ്പോൾ ദുരന്തമൊക്കെ കഴിഞ്ഞ് 8-9 മാസമായല്ലോ. അപ്പോൾ ഏപ്രിൽ മുതൽ 6 മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങുന്ന 1000 രൂപയുടെ കൂപ്പൺ, അതാണ് ഈ സ്മാർട്ട് കാർഡിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ദുരന്ത ഭൂമി കിടക്കുന്നത് കണ്ടിരുന്നോ? അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും കാണണം. അന്ന് കണ്ടതുപോലെ തന്നെയാണ്. അവിടുത്തെ മാലിന്യ നീക്കം പോലും നടന്നിട്ടില്ല. ആ മാലിന്യ നീക്കവും പ്രഖ്യാപനമുണ്ട്. അടുത്ത മാസം മുതൽ ആ മാലിന്യ നീക്കവും തുടങ്ങും. ഈ മാലിന്യ നീക്കത്തിന് കേന്ദ്രത്തിന്റെ എന്ത് സഹായം നോക്കിയിരുന്നത് ഇത്രയും മാസം? അക്കാര്യങ്ങൾ പോലും ചെയ്യാൻ അവിടെ കഴിഞ്ഞില്ലല്ലോ. പ്രാഥമികമായി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോലും അവിടെ സാധിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദിനപത്ത. ആ ദിനപത്തയുടെ കാര്യത്തിൽ എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കുടിശ്ശികയൊക്കെ തീർക്കും. പെൻഷന്റെ കാര്യത്തിലെ പോലെ തന്നെ ഗഡുക്കളായിട്ടാണെങ്കിലും ആ കുടിശ്ശിക തീർക്കും. ദുരിതബാധിതർക്കുള്ള 300 രൂപ സഹായം 9 മാസത്തേക്കാണ് നീട്ടിയത്. 3 മാസത്തിന് ശേഷം 9 ആയിരുന്നു എക്സ്റ്റെൻഡ് ചെയ്തത്. അത് 5 മാസം, ഇനി ഒരു 4 മാസം അത്രയും ചേർത്ത് കൊടുക്കും. അതിന്റെ കുടിശ്ശിക അടക്കം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ആരെയും ഒഴിവാക്കില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 7-ാമത്തെ 8-ാമത്തെ തവണയാണ് മന്ത്രി രാജൻ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ആരെയും ഒഴിവാക്കില്ല എന്നത്. നല്ല കാര്യമാണ്. ആരെയും ഒഴിവാക്കരുത്, എല്ലാവരിലേക്കും സഹായം എത്തണം. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർക്കാരിന് നിസ്സംഗതയല്ല, ഉത്തരവാദിത്തമില്ലായ്മയാണ്. കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർക്ക് കണ്ട് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് കളക്ടറേറ്റ് മുന്നിലേക്ക് ആധാർ കാർഡും വലിച്ചെറിഞ്ഞ് ഒരു രാഷ്ട്രീയ പിന്തുണയുമില്ലാതെ അവർ തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത്. അത് സർക്കാർ കണ്ട് സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. 3.0 വേണ്ടി ബ്രാൻഡ് ചെയ്യാൻ വെക്കാതെ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്താൽ സർക്കാരിനുള്ള. Meet the editors.